ഭദ്ര വരുന്ന ഞാൻ അവിടെ കണ്ടു. ഓ, ഇതാണല്ലേ താവളം. ഗംഭീരം. ഇവിടെ എത്തിപ്പെടാൻ ആരോടൊക്കെ വഴിയൊഴിച്ചെന്നറിയോ? എന്തിനാ ഇവിടെ വന്ന്? കൂട്ടിക്കൊണ്ടുവരാത്തോണ്ട്. ഇത്ര രസമുള്ള സ്ഥലം ഒരാൾ മാത്രം അങ്ങനെ ആസ്വദിക്കുന്നത് വേണ്ടാന്ന് വെച്ചു. ഞാൻ ഇവിടെ വിട്ട് പോകും തോന്നുന്നില്ല. ഒക്കെ ഒന്ന് കാണട്ടെ. പോയട്രി ഡിസ്കഷനിലുള്ള മൂഡിലല്ല ഞാൻ. പിന്നെ ഐ മീൻ എ ഡ്രീം വേൾഡ്, ഫുൾ ഓഫ് ഡ്രീംസ്. എന്താന്ന് പറയാമോ? ഐ ലവ് ദോസ് ഡ്രീംസ്. നീ എൻ്റെ മനസ്സിൻ്റെ ആഴങ്ങളിൽ വലയെറിയുന്നു. എൻ്റെ ചിന്തകൾ മായാവലയത്തിൽപ്പെട്ട മത്സ്യത്തെ പോലെ ആ വലയ്ക്കുള്ളിലേക്ക് ഓടിയണയുന്നു. എല്ലാ കവികൾക്കും കലാകാരന്മാർക്കും ഇഷ്ടവിഷയമാണ് മഴ, സൃഷ്ടിയുടെ നനവ്. ഓരോ മണ്ണിലും പെയ്തിറങ്ങുന്ന മഴയുടെ നിറം വേറെയാണ്, മണം വേറെയാണ്, ഒച്ച വേറെയാണ്, കുളിരും ചൂടും വേറെയാണ്. മനസ്സിലും മൃദംഗമോ? ആരുടെ മനസ്സിൽ നിന്ന് ചോദിക്കുന്നില്ല, പ്രയോഗം. പാട്ട് പാടി മഴ പെയ്ക്കാൻ പറ്റുമോ? ആരാ ഈ വിട്ടിത്തം പറഞ്ഞു? വലിയ ശാസ്ത്രികൾ. ഒരു കാര്യം തന്നെ മനസ്സിലെപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരുന്ന അത് നടക്കുന്നൊരു വിശ്വാസമില്ലേ, അതുപോലെ. ഈ ശാസ്ത്രികൾക്ക് മഴ പെയ്ക്കാമോ? തന്റെ മനസ്സിൽ മഴ പെയ്ക്കാം. ശാസ്ത്രത്തിന് പാടുമായിരുന്നോ? ഇല്ല, പാട് ഞാൻ ആലോചിച്ചുകൂടിയില്ല. ഞാൻ നന്നായിട്ടൊന്ന് മയങ്ങി. പാടില്ല? ഇല്ല. ആ ആ அம்மா கவலைப்படுறதுக்கு ஒண்ணுமே இல்லை. 3 நாளைக்கு மெடிசன் எழுதி கொடுக்குறேன், அது சாப்பிடுங்க. நத்திங் டு வரி. ஆமா, வைகுண்ட சாஸ்திரி எங்க? என் மகன் வந்திருக்கு, வெளியே நிக்கிறேன். வணக்கம் சார். ஏப்பா வெளியில நின்னுட்டு இருக்கேன். சரி, உங்க அம்மாவுக்கு மேஜர் ப்ராப்ளம் ஒண்ணுமே இல்ல, வெறும் மைனர் டான்சிலைட்டிஸ் தான். பிளட் டெஸ்ட் ரிப்போர்ட் வந்த அப்புறம் டிசைட் பண்ணலாம் என்ன பண்ணலான்னு. அம்மா பயப்படுறதுக்கு ஒண்ணுமே இல்ல, சின்ன ஆபரேஷன் தான். லேடிஸுக்கு இந்த ஏஜ்ல இந்த மாதிரி ப்ராப்ளம்ஸ் வரும். ஆமா, நீ என்ன பண்ற? അവളോ മുഖ്യமான ഒന്നും. മ്യൂസിക് എമ്മയാക്കും.
டாக்டர் பொண்ணுக்கு பாட்டு சொல்லி கொடுக்கறது இவன் தான். பெரிய சாஸ்திரிகள் தான் பத்ராவுக்கு பாட்டு கத்து கொடுக்குறேன்னு நான் நினைச்சிட்டு இருக்கேன். அப்பா அப்பா எப்பவுமே வீட்டுல இருக்கிறது இல்ல. சோ மகள் எப்பவும் சொல்ற சாஸ்திரிகள் நான் தான். குட். ഏയ് എന്ത് പറ്റി ഇന്ന്? ആരാ നിന്റെ മോളെ പാട്ട് പഠിപ്പിക്കുന്നത്? നിന്റെ മോളോ? അതെന്ന് മുതലാ? മോളെ പാട്ട് പഠിപ്പിക്കുന്ന ആരാന്ന് പറഞ്ഞത്? ശാസ്ത്രികൾ. ഓ, എത്രയാ ശാസ്ത്രിയുടെ പ്രായം? പഴയ കളിക്കൂട്ടുകാരനല്ലേ, പ്രായം ഞാൻ പറഞ്ഞായിരുന്നു. അയാൾക്ക് 30 അടുക്കും. വൈകുണ്ഠ ശാസ്ത്രിയുടെ നല്ല പേര് രാമാനുജ ശാസ്ത്രികൾ. കാണാൻ സുന്ദരൻ. വെളുപ്പിനെ എഴുന്നേറ്റ് കുളിക്കുന്നു, പൂച്ചൂടുന്നു, ദാവണി ചുറ്റുന്നു, നോട്ട് വെജ് കട്ട്. മോൾക്ക് എന്തിന്റെ അസുഖമായിരുന്നെന്ന് അമ്മ അറിയണമായിരുന്നു. എനിക്ക് കുറച്ച് ബുദ്ധിക്കുറവുണ്ട്, അത് കൂടുതലുള്ള നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതേവരെ മോൾ ഒന്നും ഒളിച്ചു വെക്കാറില്ല. നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്ന ബന്ധം നീ വീട്ടിൽ പറഞ്ഞിരുന്നോ? ഓ, ഞാൻ വരുമ്പോ കൊണ്ടുവന്ന മോളൊന്നും അല്ല. മുള്ളിന്റെ മൂട്ടില് മുള്ളേ ഉണ്ടാവുമെന്ന് പറയാനാണെങ്കിലേ രണ്ടുപേരുടെയും കുറ്റം കൊണ്ട് തന്നെയാ. ഞാൻ അവളോട് തഞ്ചത്തിലൊന്ന് ചോദിക്കാം. അനുസരണക്കേടിന് ഇതല്ല തരേണ്ടത്. പിന്നെ നിർത്തിയത് ഒന്നേ ഉള്ളൂന്നൊന്നും ഞാൻ നോക്കില്ല, പറഞ്ഞത് അനുസരിക്കണം. എനിക്ക് പാട്ട് പഠിക്കണം. ഞാൻ സ്കൂളിൽ പോയി ഞാൻ പാട്ട് പഠിക്കാനും പോകും. ഇല്ല, കച്ചേരി പാടി നടക്കാനല്ല നിന്നെ വളർത്തുന്നത്. ഇന്നുകൊണ്ട് എല്ലാം അവസാനിപ്പിക്കണം. ഭദ്ര വീട്ടിൽ പോ. ഇല്ല, നേരെ ഒരുപാടായി, നീ ചെല്ല്. ഞാൻ ചോദിച്ചതിന് എന്താ ഉത്തരം തരാത്തത്? ഭദ്രെ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, അതുകൊണ്ട് മാത്രം. മതി, ഇത് കേട്ടാ മതി. അച്ഛനോട് പറയാനുള്ള ധൈര്യമായി. അച്ഛന് നമ്മളെ മനസ്സിലാവും. എന്നെക്കുറിച്ച് ഭദ്രയ്ക്ക് ഇനി മനസ്സിലായിട്ടില്ല തോന്നുന്നു. ചിറകറ്റുപോയ പക്ഷിയുടെ അവസ്ഥ അറിയോ? എത്ര മോഹിച്ചാലും അതിന് പറക്കാനാവില്ല. എന്താ, ഞാനത്തെ സ്നേഹിക്കുന്നുണ്ടോ? നേരെ പറയാവൂ. എന്നോട് ഈ ചോദ്യം ആരും ഇതേവരെ ചോദിച്ചിട്ടില്ല. മറുപടി ആർക്കും അറിയാൻ വേണ്ട. ഒരേ വീട്ടിൽ ഇത്രയും കാലം കഴിഞ്ഞവളെ മറ്റൊരാളുടെ കൈ പിടിച്ചു കൊടുക്കാനാണ് എനിക്കിഷ്ടം. ഇത് മാത്രം അറിഞ്ഞാ മതി. ഇപ്പൊ എന്റെ കൂടെ വരാമെങ്കിൽ ഇന്ന് തന്നെ പറയാം. എന്തിനാ ഭദ്ര ഇങ്ങനെ കുട്ടികളെ പോലെ വാശി പിടിക്കുന്നത്? എല്ലാറ്റിനും ഒരു ആലോചനമാണ്. എന്തോ മനസ്സ് പേടിക്കുന്നു. ഇന്നലെ വരെ അനുഭവിക്കാത്തൊരു ഭയം. അതിനിപ്പോ എന്താ ഉണ്ടായേ? ശാസ്ത്രികൾ എന്റെ അച്ഛനെ കണ്ടുവെന്ന് പറഞ്ഞില്ലേ? ഇന്നലെ എന്നോട് പാട്ട് പഠിക്കാൻ പോണ്ടാന്ന് പറഞ്ഞു. അതിലെന്തോ ഒരു പന്തിയേട്. മോഹിച്ചത് കൈവിട്ടു പോയാലോ? അച്ഛന്റെ അമ്മയുടെയും മുമ്പില് കളവ് ചെയ്തവളെ പോലെ നിൽക്കാൻ വയ്യ. ഒരു പെണ്ണ് സ്നേഹം ചോദിച്ചു വാങ്ങുന്നതിന്റെ നാണക്കേട് അറിയാഞ്ഞിട്ടല്ല. മാധവ, இந்த நேரத்துல ആരാ എന്റെ മോളെ പാട്ട് പഠിപ്പിച്ചത്? താൻ കള്ളു കുടിച്ച് നടന്നു. മകളെ പഠിപ്പിക്കുന്നത് താനാണെന്ന് കളവും പറഞ്ഞു. രാമൻ ഇതുവരേക്കും ഒരു പിഴവ് വരുത്തിയതായി ഞങ്ങൾ കണ്ടിട്ടില്ല. ഒരു വലിയ വീട് പുലർത്താൻ എടുക്ക മുടിയാത്ത ചുമടുമായി നടക്കുകയാണവൻ. പക്ഷേ കുളന്തകളുടെ മനസ്സ് എപ്പോഴാ മാറണമെന്ന് അറിയാനുള്ള ബുദ്ധി എനക്കുണ്ടായില്ല. എന്താ, എന്റെ മോൾക്ക് ഞാൻ ചെറുക്കനെ ചോദിക്കണോ? നമ്മை சொல்றதுல ஏதாவது சத்தியம் இருக்கான்னு கேட்கறதுக்கு തന്നെ എനിക്ക് പേടിയാ இருக்கு മാധവ. അവന്റെ നിഴൽ മാതിരി എപ്പോഴും നടക്കുന്ന ഒരു പെണ്ണുണ്ട്, എന്റെ മകൾ. കുഞ്ഞിലെ പറഞ്ഞു വെച്ചതാ. അവൾക്ക് അവൻ നഷ്ടമാവും തെരിഞ്ഞാ இந்த പുഴക്കരയിലെയോ വീട്ടിലെ കഴുക്കൊല്ലയോ അവനക്കും അത് തെരിയും. എന്നാൽ അതങ്ങ് നടത്ത്. അല്ലെങ്കിൽ അവനെ എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിടണം. നന്നായി പാടുന്നുണ്ടല്ലോ, എവിടെയെങ്കിലും ഒരു ജോലി ഞാൻ ശരിയാക്കി കൊടുക്കാം. இந்த ഇടം വിട്ടുപോകാൻ കഴിയാത്ത ഒരെണ്ണങ്ങൾ. സംഗീതം ദൈവം തന്നത്, അത് വിൽക്കാൻ പാടില്ലെന്ന് അവനെയും ഞാൻ പഠിപ്പിച്ചില്ലേ. അതുകൊണ്ട് വേണ്ടിടത്ത് തൊണ്ട വരളും, വിശ്വാസം നഷ്ടപ്പെടും. ഒന്നോ രണ്ടോ അനുഭവങ്ങൾ അവനങ്ങനെ ഉണ്ട്. പറഞ്ഞിട്ടില്ലേ, ശാപം കിട്ടിയവരാ ഞങ്ങൾ. ഇവിടെ തന്നെ ഞങ്ങൾ ചുറ്റിത്തീരും. 7 or 8 വയസ്സുള്ളപ്പോ അവന്റെ രക്ഷകന്റെ വേഷം കെട്ടിയവനാണ് ഞാൻ. സത്യത്തിൽ മാധവ, അവനെ നശിപ്പിക്കായിരുന്നു എന്റെ രക്ഷയ്ക്ക്. ഞാൻ എന്നെ ചെയ്യണം. എന്റെ മകളൊരു പാവമാണ്. ഇനി അവളെ മോഹിപ്പിച്ചുകൂടും. എന്താ വേണ്ടത്? ചെയ്യേണ്ടത് ശാസ്ത്രികളാണ്.
ആലോചിച്ച് നിൽക്കാൻ ഒരു നിമിഷം പോലും ബാക്കിയില്ല. സീതാ കല്യാണ വൈഭോഗമേ രാമ കല്യാണ വൈഭോഗമേ പാവന ജസ്തുതി പാത്ര പാവന ചരിത്ര രവി സോമവദനേത്ര രമണീയ ഗാത്ര പാവന ജസ്തുതി പാത്ര പാവന ചരിത്ര രവി ஏம்மா நீ பின்னாடி நிக்கிற? வாம்மா. രമണീയ ഗാത്ര ஏய் பாத்தியா யாருன்னு? தாலி கட்டுறதுக்கு முன்னாலே வந்தாச்சு. அதுதான் ஃப்ரெண்ட். கவனிச்சுட்டா? வாமா, எல்லாம் உங்க அப்பாவோட பெரிய மனசு தாமா இந்த கல்யாணம் சீக்கிரம் நடக்கிறதுக்கு காரணம். அவர் சாதாரண மனுஷனல்லம்மா, கடவுள் தான். அப்பா செஞ்ச ஹெல்ப்புக்கு பிரதிபலன் திரும்பி கொடுக்கறது எனக்கு தெரியாது. ஏய், அங்க பாரு. நீங்க ഈ നാട്ടിന്ന് പോയിട്ടേന്ന് അപ്പ சொன்னது? രാവിലെ പോവാനിരുന്നതാ, പോയില്ല. ഈശ്വരൻ ഒരാള് മേലെ ഇല്ലയാ, അവര് നിന്നെ വിടമാട്ടെ. வாம்மா, நேரமாச்சு. 1 மணி நேரத்துக்குள்ள எல்லாம் முடிஞ்சிடும், போகக்கூடாது.